ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പം ഇന്ന് ഗൈസ് എന്താ പറയുക, ഡബിൾ ഹാപ്പിയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഓൾറെഡി നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടിലും തേർഡ് അക്കൗണ്ടിലും പിന്നെ എന്റെ അക്കൗണ്ടിലും നമുക്ക് 2 എപ്പിക് പാക്കുകൾ അങ്ങനെ അടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ആ ഒരു ട്രിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ മച്ചാന്മാരെ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു 10 മണി അല്ലെങ്കിൽ നമ്മൾ 11 മണി ആ ഒരു സമയത്തായിരിക്കും ലൈവ് ഉണ്ടാവുകയെന്ന്. പക്ഷേ വേറെ ഒന്നുമല്ല മച്ചാന്മാരെ, നിങ്ങളൊന്ന് ഇതാക്കണം. എന്താണെന്നറിയോ മച്ചാന്മാരെ, ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്ന ടൈം നമ്മുടെ യൂട്യൂബിൽ എന്താ പറയുക, കുറച്ച് ബഫറിങ് കാരണം കുറച്ച് ടഫ് ആവുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഇഷ്യൂ കാരണം കേട്ടോ, അപ്ലോഡിങ് ആവാത്ത കൊണ്ടാണ് നമ്മൾ ടൈം മാറ്റി പോയാലും ഞാൻ ലൈവ് വരാണ്ടിരിക്കില്ല മച്ചാന്മാരെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം മച്ചാന്മാരെ, നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന പ്ലെയർ ഞാൻ എന്താ പറയുക, ഓൾറെഡി ബ്രോ ഗൈസ് അതാ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് ഗൈസ് വോയിസ് കൊടുക്കാത്തത്, അതുകൊണ്ടാട്ടോ ഇതാക്കിയത് മച്ചാന്മാരെ. അപ്പോൾ നമുക്ക് 2 എഫിക്കാണ് ഇന്ന് അടിച്ചിരിക്കുന്നത്. ആ ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യം തന്നെ വെച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ഉറപ്പായിട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ട്രിക്കാണ്. ഓൾറെഡി ഗൈസ് വേണമെങ്കിൽ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. ആ അക്കൗണ്ടിൽ ഈ ഒരു പ്ലെയർ ഉണ്ട് ഗൈസ്. അപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിനകത്ത് ഇന്ന് ബെക്കാമിനെയും കിട്ടി. ഇന്നൊരു ഭാഗ്യ ദിവസമാണ്. ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് അക്കൗണ്ടിലും കിട്ടി, തേർഡ് അക്കൗണ്ടിലും കിട്ടി. അപ്പോൾ എന്തായാലും പൊടിയാണ് മച്ചാമാരെ. അപ്പോൾ ഇന്ന് ഓൾറെഡി നമ്മുടെ മെയിൻ്റെനൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡെയിലി ഗെയിമിൽ നിങ്ങൾക്ക് ഡെയിലി ഗെയിം ആയാലും ബോണസ് ആയാലും പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് മറ്റേ ഡേവിഡ് വെല്ലിന്റെ ഒരു ഫ്രീ ട്രൈ കിട്ടിയിട്ടുണ്ടാവും. രാവിലെ തന്നെ എല്ലാവരും തുറന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഒരു മച്ചാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം CMF പ്ലെയറിനെ പറ്റിയും പിന്നെ നമ്മുടെ പുയോളിനെ പറ്റി റിവ്യൂ ചെയ്യാൻ പറ്റുമോ. അത് പുയോളിന്റെ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ റേറ്റിംഗ് 105 ആക്കുന്ന സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മച്ചാമരെ CMFന്റെ കാര്യം ഓൾറെഡി നിങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ മച്ചാമരെ വേറെ ഒന്നുമല്ല, നമ്മുടെ ന്യൂനസിന്റെയും ഗൈസ് കുറെ പേര് ന്യൂനസ് എടുത്തേ, പിന്നെ ഞാൻ ന്യൂനസ് എടുത്തേ, പിന്നെ ഓൾറെഡി നമ്മുടെ എൻട്രിക്കിന്റെയും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും അതിന്റെ ഒരു റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മച്ചാമാരെ ആദ്യത്തെ ട്രിക്ക് തന്നെ ഞാൻ നമ്മുടെ റോബോട്ടോയിനെ എടുത്തു. 315 കോയിനാണ് നമ്മുടെ ഈ ഒരു തേർഡ് അക്കൗണ്ടിലുള്ള ഫസ്റ്റ് ട്രൈ കേട്ടോ. പിന്നെ നമ്മുടെ 7 കോയിൻ എടുത്തു. കൈസ് കുറച്ച് പേർക്ക് കോളിനും 7 കോയിനും കിട്ടിയായിരുന്നു. പിന്നെ നമ്മുടെ ബാഗിയാണ് എടുത്തു. അപ്പോൾ മച്ചാമാരെ നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾ എത്ര കോയിനാണ് നമ്മുടെ ഇതിന് പൊട്ടിച്ചിരിക്കുന്നത്. ഓക്കെ, പാർലറിനെ എടുത്തു മച്ചാമാരെ. ഇപ്പോൾ ഉറപ്പായിട്ടും ഇതേപോലെ ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു പ്രോബിലിറ്റി ട്രിക്കാണ്. എൻ്റെ അക്കൗണ്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ അപ്പോൾ ഫ്രീ ട്രൈ അടിക്കാൻ പോകണം, നമുക്ക് നോക്കി വെക്കാം ഗൈസ് മച്ചാമാരെ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് രാവിലെ ആട്ടോ ഇട്ടത്, രാവിലെ ഞാൻ ഇട്ടതാണ്. ഓക്കെ, എപ്പിക്. അപ്പോൾ മച്ചാമാരെ എന്താ പറയുക, നമ്മുടെ അക്കൗണ്ടിലാണ് കിട്ടിയത്. എന്തായാലും എനിക്ക് ഇനി പ്ലെയർ എക്സ്ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തേർഡ് അക്കൗണ്ടിൽ നിന്ന് സെക്കൻഡ് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ഫസ്റ്റ് അക്കൗണ്ടിലേക്ക് കുറേ പ്ലേയേഴ്സിനെ മാറ്റാനുണ്ട്. അപ്പോൾ പ്ലെയർ എക്സ്ചേഞ്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഫ്ലോറിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് മച്ചാമാരെ നിങ്ങൾക്ക് ഏതിനെ കിട്ടിയത് ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ പ്ലെയർ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ 2025 ജനുവരി 2 അങ്ങനെ നമ്മുടെ എപ്പിക് പാക്കുകൾ 2 ഒന്നിച്ച് കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഓൾറെഡി എനിക്ക് കുറച്ച് കോയിൻ പൊട്ടിച്ച് ഇറക്കണം കേട്ടോ മച്ചാമാരെ. അപ്പോൾ നമുക്ക് ഫ്ലോറിനെ കിട്ടി. പിന്നെ ഓൾറെഡി ഗൈസ് നമ്മുടെ നിങ്ങൾ വിചാരിക്കും ഞാൻ എഡിറ്റഡ് ആണോ, കാരണം സ്ക്രീൻ ഇങ്ങനെ ചെറുതും വലുതാകുമ്പോൾ. അതല്ല, കാരണം നമ്മുടെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഇത് വരുന്ന കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഫ്ലോറിനെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് ട്രൈ തന്നെയാണ്, വേറെ ഒന്നുമില്ല. പിന്നെ മച്ചാമാരെ ഓൾറെഡി ഞാൻ ലെവൽ ട്രെയിനിങ് ചെയ്യുന്ന കാണിച്ചുതരാം മച്ചാമാരെ. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, ഉറപ്പായിട്ട് നിങ്ങൾ കുറേ കോയിൻ ഇറക്കണ്ട. കാരണം ഇന്നലെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത് 1500 കോയിൻ കോയിനാമിയാണ് മച്ചാമാരെ. അപ്പോൾ 100-200 ഇറക്കിയാൽ മതി. ഉറപ്പായിട്ട് ഈ ഒരു ട്രിക്കിലൂടെ മച്ചാമാരെ നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഞാനിതാ ഡാനി നമ്മുടെ അൽമോരന്റെ AC മിലാന്റെ ഇതാട്ടോ ഇട്ടിരിക്കുന്നത്. ഇതാ RMF പ്ലെയർ ഉണ്ട്. ഈ ഒരു ഗെയിം പ്ലേ നിങ്ങൾ സെറ്റ് ചെയ്ത് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ മച്ചാമാരെ നിങ്ങൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ വീഡിയോ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. കാരണം വേറെ ഒന്നുമില്ല, സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ മച്ചാമാരെ കൂടുതൽ നിങ്ങൾക്കിപ്പോൾ നമ്മുടെ കുറച്ച് ഇന്നലെ ഒരു സബ്സ്ക്രൈബർ ഇപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം. കാരണം അത് ഓൾറെഡി മച്ചാനെ നമ്മുടെ AK ഗെയിമർ എന്ന് പറഞ്ഞൊരു ബ്രോയാണ് ചെയ്തു തന്നെ. അപ്പോൾ ഞാനത് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷേ വേറെ ഒന്നുമല്ല, മച്ചാൻ്റെ വോയിസ് എന്താ പറയുക ഇവിടെ ഗൈസ് കോപ്പിറൈറ്റ് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ 2 പ്രാവശ്യം മ്യൂസിക്കിൽ കോപ്പിറൈറ്റ് വരുന്നുണ്ട്. അത് നമ്മുടെ ഡിസ്ക്ലെയിമറും ഡിസ്ക്രിപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഉണ്ടാവും. എന്തായാലും നമുക്ക് വേണ്ടി എഡിറ്റ് ചെയ്ത് തന്നല്ലോ. അതുപോലെ തന്നെ ഗൈസ് ഞാൻ വോയിസ് എന്താ വെച്ചാൽ റിമൂവ് ചെയ്ത് കളഞ്ഞ് വേറെ ഒന്നും കൊണ്ടല്ല, ഓൾറെഡി കോപ്പിറൈറ്റ് വരും ഗൈസ്. അപ്പം നമ്മുടെ അതൊരു ഇതിനെ ബാധിക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, പിന്നെ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സ്റ്റീഫനോയിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഗൈസ് പ്ലെയർ എക്സ്ചേഞ്ച് വരുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇറക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ് സൗണ്ട് ഒന്ന് കുറയ്ക്കട്ടെ. ഓക്കെ, പിന്നെ മച്ചാമാരെ നമ്മുടെ ഡെയിലി ഗെയിം ബോക്സ് ആണ്. കാരണം കുറച്ച് പേർക്കൊക്കെ ഇന്ന് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇന്നലെ വന്നിട്ടുണ്ടാവും. ഉറപ്പായിട്ടും ഗൈസ് നിങ്ങൾ ഇതേപോലെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തു നോക്കുക. കാരണം ഞാൻ സലേനെ എടുത്തു, അതിനുശേഷം നമ്മുടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, ടോണി ആഡംസിനെ എടുത്തു. ഗൈസ് ഇതേപോലെ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് ഇതേപോലെ ആണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക, കിട്ടുന്നതാണ്. ഞാൻ ഡേവിഡ് ബെക്കാമിനെ ജസ്റ്റ് എടുത്തു. കാരണം ഗൈസ് ഒരിക്കലും നിങ്ങൾ എപ്പിക് പ്ലെയറിനെ അടുപ്പിച്ചെടുക്കരുത്. കാരണം എന്താ പറയുക, അതൊരു ഇതാണ്. അപ്പോൾ ഞാൻ ഡേവിഡ് ബെക്കാമിനെ എടുത്തു, 2-3 പ്രാവശ്യം എടുത്തു കേട്ടോ. സലേനെ എടുത്തു. ഗൈസ് തൊണ്ടയ്ക്ക് ചെറുതായിട്ട് ഇതുണ്ട്, അതാട്ടോ വോയിസിന് ചെറുതായിട്ട് ഡീപ്പ് ഇങ്ങനെ ആവുന്നത്. പിന്നെ നമ്മുടെ ഡേവിഡ് ബെക്കാനെ വീണ്ടും എടുത്തു, സലേനെ എടുത്തു.
ഡേവിഡ് ബെക്കാം എടുത്തു ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്ന് കലക്കനായിരുന്നു. 2 എപ്പിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലിമിറ്റഡ് ഡ്രോ ആണ്, 2 പേരുള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് ഇതാ ഫ്രീ ട്രൈ അടിക്കാൻ പോവാണ്, വേറെ ഒന്നുമില്ല. നമുക്ക് നോക്കി നോക്കാം ഇറ്റ്സ് എപ്പിക് ഓർ നോട്ട് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എപ്പിക് ഗൈസ്. ഇന്ന് എന്തായാലും കലക്കി. ഇനി നമുക്ക് നാളെയും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. നാളത്തെ നമ്മുടെ സെക്കൻഡ് അക്കൗണ്ട് നമുക്ക് കറക്കി നോക്കണം. ബെയിലിന്റെ ബാക്കി ഷോർട്ട് ടൈം അടിക്കാൻ കളിക്കാൻ. പിന്നെ പറയണം ഓൾറെഡി ഗൈസ്, ഇതൊന്ന് ട്രൈ ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ട്രിക്കാണ് മച്ചാമാർ. ഉറപ്പായിട്ട് നിങ്ങൾ നമ്മുടെ ഇന്നത്തെ വീഡിയോക്ക് 1K പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിച്ച് പവർ ആക്കുക. അപ്പോൾ റോഡ് ടു 7K ആണ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക മച്ചാമാർ. നമ്മൾ 2025 2-ാം തീയതി ആകുമ്പോഴത്തേനും നമുക്ക് എന്താ പറയുക, ഇന്ന് ഉറപ്പായിട്ട് ലൈവ് ഉണ്ട് കേട്ടോ. 8 മണിയാകുമ്പോൾ ലൈവ് ഉണ്ട് മച്ചാമാരെ. പിന്നെ രാവിലെ ഗൈസ് നിങ്ങൾക്ക് ഇന്ന് ലീവ് ആയതുകൊണ്ട് നമ്മളൊരു 11:30 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും ഉറപ്പായിട്ട് ലൈവിൽ വരും. കാരണം എല്ലാവരും ഇന്ന് ഫ്രീ ആയിരിക്കുമല്ലോ മച്ചാമാരെ. അത് കാരണം വേറെ ഒന്നുമല്ല ഗൈസ്, എന്താ പറയുക മച്ചാമാരെ, നമ്മുടെ അപ്ലോഡിങ് ടൈം കുറച്ചൊരു സീനാണ്. അതുകൊണ്ടാട്ടോ മച്ചാമാരെ ഞാൻ രണ്ടും ഒരേപോലെ ആയതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഇതാക്കുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല, വരും കേട്ടോ ഉറപ്പായിട്ടും മച്ചാമാരെ. അപ്പം ഞാനിതാ നമ്മുടെ ഡേവിഡ് ബെക്കാമിന് ഇന്ന് ഇതിൽ ഇറക്കാം കേട്ടോ, ലൈവിൽ ഇറക്കാം മച്ചാമാരെ. നമുക്ക് എന്തായാലും മാച്ചിൽ ഇറക്കാം. പിന്നെ നമ്മുടെ ഷെവൻകോ മറ്റേ അക്കൗണ്ടിലായതുകൊണ്ടാണ് നമുക്ക് പ്ലെയർ എക്സ്ചേഞ്ച് ഗൈസ്. പ്ലെയർ എക്സ്ചേഞ്ചിന്റെ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇതുവരെ ഡാറ്റാബേസിൽ അത് വന്നിട്ടില്ല. എന്തായാലും ഗൈസ് അത് വരുമെന്ന് ഉറപ്പാണ്, പക്ഷെ കുറച്ച് ടൈം എടുക്കൂടാ. ഉറപ്പായിട്ട് ടൈം എടുക്കും ഗൈസ് അതിനെപ്പറ്റി ചോദിക്കുന്നവർക്ക്. പിന്നെ ഓൾറെഡി ഗൈസ് നമ്മുടെ മൺഡേ പാക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. കസിലിയാസ് ഉണ്ട്, പിന്നെ ആൽബി ഉണ്ട്, പിന്നെ നമ്മുടെ ബസ്കറ്റ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ അതും കറക്കണം എന്തായാലും. പിന്നെ മച്ചാമാരെ നിങ്ങൾ എല്ലാവരും മാക്സിമം എന്താ പറയുക, നമ്മുടെ റൗണ്ടില്ലേ മറ്റേ ക്യാപ്റ്റൻ ടെസ്പൂസേന്റെ റൗണ്ടുകളും പിന്നെ മിഷനും അതൊക്കെ തീർത്ത് വെക്കുക കേട്ടോ, കോയിനും. കാരണം എന്താ പറയുക, നമ്മൾ നോക്കാണ്ട് പോയാൽ 100 കോയിനൊക്കെ നമുക്ക് ഓൾറെഡി വിട്ടു. ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ നോക്കിയില്ല, എൻ്റെ 100 കോയിൻ അങ്ങനെ പോയി. കാരണം എന്താ പറയുക, ആ മാച്ച് കളിച്ചായിരുന്നെങ്കിൽ നമുക്ക് 100 കോയിൻ കിട്ടുമായിരുന്നു. പക്ഷെ അത് കളിക്കാൻ വിട്ടുപോയതാണ്. അപ്പൊ നിങ്ങളാരും മറന്നു പോകണ്ട, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചത്. പിന്നെ മച്ചാമാരെ എന്താ പറയാ, അങ്ങനെ നമ്മുടെ CMF ഡേവിഡ് ബെക്കാമിന് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി പുയോളിന്റെ കാര്യം ഞാൻ പറയാൻ വന്ന ലാസ്റ്റ് വെച്ച് വേറെ ഒന്നല്ല, നിങ്ങൾക്ക് എല്ലാ വീഡിയോ സെറ്റ് ആക്കിയിട്ട് അങ്ങനെ കേട്ടോ. ഉറപ്പായിട്ട് മച്ചാമാരെ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നുണ്ട്, ഉറപ്പായിട്ട് സബ് ചെയ്യുക, ആരും സബ് ചെയ്യാണ്ടിരിക്കല്ലേ. പിന്നെ പറയുകയാണെങ്കിൽ ഇനി പുയോളിന്റെ ഇതിലേക്ക് പോവാം. പിന്നെ CMFന്റെ കാര്യം ഒരു പ്രോ ഇന്നലെ പറഞ്ഞായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ മച്ചാനെ. പിന്നെ ഗൈസ് ഓൾറെഡി എന്താ പറയാ മച്ചാമാരെ, വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളിതാ ബൂസ്റ്റർ ക്രാഫ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത് സെന്റർ മിഡ്ഫീൽഡർ ആണ്. എന്തായാലും നമുക്ക് ഇന്ന് ഡേവിഡ് ബെക്കാമിനെ ഇറക്കാം ഗൈസ്. ഓക്കെ, ഡെഷാംസിന്റെ ആണ് ഇത്, നമ്മുടെ ഒരു ബ്രോ പറഞ്ഞിട്ട് ഗൈസ്. അപ്പോൾ പുയോളിൽ പറയുകയാണെങ്കിൽ മച്ചാമാരെ, നിങ്ങൾക്ക് 104 ആയിരിക്കും കുറെ പേർക്ക് ഉണ്ടാവും. അതെന്താണെന്നറിയോ, വേറെ ഒന്നുമില്ല ഗൈസ്. നമ്മൾ ഇവിടെ ഡ്യൂവലിംഗ് എന്ന് പറഞ്ഞതിനകത്ത് ഷെഡ് ഡൗൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്. കാരണം എന്താ പറയുക, അതാക്കിയാൽ മാത്രമേ നമുക്ക് 105 സെലക്റ്റഡ് ആയിട്ടുള്ള ബൂസ്റ്റർ കിട്ടുള്ളൂ. പിന്നെ മച്ചാമാരെ, ഇതാണ് നമ്മുടെ റേറ്റഡ് ആക്കേണ്ട സംഭവങ്ങളൊക്കെ. അപ്പോഴേ നമുക്ക് 104 നിന്ന് 105 ആവുള്ളൂ. കാരണം അതാണ് ആവാത്ത കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, മറ്റേ സാധാരണ നമ്മളെല്ലാവരും ബൂസ്റ്റർ ക്രാഫ്റ്റിംഗ് ചെയ്യുന്ന പോലെ അല്ല, ഓൾറെഡി 100 കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ചങ്കിന് ആർക്കെങ്കിലും ഇതേപോലെ ചറപറ എപ്പിക്കടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ പേരൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ എത്ര കോയിൻ നിങ്ങൾ ഇട്ടിട്ടുണ്ടോ, അതുപോലെ തന്നെ ആർക്കൊക്കെ കിട്ടിയത് കിട്ടാത്തവരൊക്കെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. കൊനാമി നിങ്ങളെ തേച്ചോ അല്ലെങ്കിൽ കോയിനാമി ആക്കിയോ നോക്കെ ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ലൈവ് വരുന്നതായിരിക്കും, മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.